വേറെ ലെവലാണ്. സൂപ്പർ സൂപ്പർ അടിപൊളി 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 സൂപ്പർ. അത് പിന്നെ പറയാനുണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. ഒന്നും പറയാനില്ല. വീട്ടിൽ തന്നെയാണ്. ഒന്നും പറയാനില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെയൊന്നും പറയാൻ അറിയാൻ അടിപൊളി. അത് പിന്നെ എല്ലാവരും പോയിരുന്ന് കണ്ടുകൊണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെ. ഏതോ രണ്ടും അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. അതല്ല ചേട്ടാ, മലയാളത്തിൽ ഇതുവരെ ഉപയോഗിക്കാത്ത രീതിയിലുള്ള വിഷ്വൽസ്, CGI എഫക്ട്സ് അതൊക്കെ എങ്ങനെയുണ്ട്? കാരണം നമുക്കൊരു CGI എന്ന് തോന്നാത്ത രീതിയിലുള്ള മേക്കിംഗ് ആണോ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ? അതല്ലേ, എല്ലാവരും കാണേണ്ട, കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എമ്പുരാൻ. എല്ലാവർക്കും ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് എടുക്കാൻ പറ്റുമോ ഇനിയുള്ള തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കേഴ്സിന്? ലാലേട്ടൻ ഇവിടെ നിന്ന് കാണാൻ വന്ന് തന്ത്രിയില്ലാതെ എന്ത് മകരവിളക്കിടവും
ഉണ്ട് നിങ്ങൾ കണ്ടോ? എല്ലാവർക്കും തുല്യമായിട്ടുള്ള വേഷമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ലൂസിഫർ പോലെ തന്നെ ഒരാളെയും കുറച്ച് ചെറിയൊരു വേഷം വന്ന് ആരും ചെയ്തിട്ട് പോകുന്നില്ല. ഓക്കെ, താങ്ക് യു. ഞാൻ ആദ്യ ദിവസം ആദ്യത്തെ ഷോ കാണുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ. അത് എനിക്ക് ഒരുപാട് ഇത് നടത്തുന്ന കാണുന്ന ആഗ്രഹമുണ്ട്, പ്രതീക്ഷയുണ്ട്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളുടെ അനുഗ്രഹം കൊണ്ട് മോഹൻലാലിൻ്റെ ആന്റണിയുടെയൊക്കെ ആത്മാർത്ഥമായ സംസാരം കൊണ്ടും എൻ്റെ മോൻ ഒരു നല്ല ജോലി ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വാസം കേരളത്തിലെ പ്രേക്ഷകർ Raju and singer version, Syed Masood. So you are the younger version of Syed Masood. So how do you feel acting with Mohanlal? It was my pleasure acting with them. It was like a dream come true, kind of. Yeah. How did the entire crew felt to you? Sorry? How did the entire crew felt to you? They were so sweet to me, like they treated me like their own brother. So was this the first Malayalam movie for you? Yeah, this is my first Malayalam. പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വലിയ സ്വപ്നം മലയാള സിനിമയ്ക്ക് വേണ്ടി കാണുകയും അതിനെ സത്യമാക്കുകയും ചെയ്ത വലിയൊരു ടീമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനുണ്ട്, രാജു ഉണ്ട്, മുരളി ഗോപിയുണ്ട്. അപ്പോൾ ഇതിനെല്ലാ പിന്തുണയും കൊടുത്ത ആന്റണി ചേട്ടനുണ്ട്, ഗോപാലൻ സാറുണ്ട്. എല്ലാവരുടെയും കൂടിയാണ് ഈ ഒരു സന്തോഷവും വിജയവും ഒക്കെ. ആളുകളുടെ കൂടെ ഉള്ള ആവേശത്തിൽ രോമാഞ്ചത്തിൽ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വന്നു, അത് സാധിച്ചു. ഞാൻ ലൂസിഫറിന്റെ ഫസ്റ്റ് ഷോയ്ക്ക് ഇതുപോലെ വന്ന അത് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ മറക്കാത്ത എക്സ്പീരിയൻസ് ആണ് ഞാൻ എൻ്റെ പേര് പറയുന്നത്. ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമായത്. ഒരു മിനിമം എക്സ്പെക്ടേഷൻ ആണ് മനസ്സിലുണ്ടായിരുന്നത്. ഫാൻസോന് വന്നിട്ടുണ്ട്. ലൂസിഫർ ഇവിടെ തന്നെയാണ് കണ്ടത്. പക്ഷേ ഈ ഷോന് കണ്ട ഫാൻസോനുണ്ടായ റെസ്പോൺസ് മനസ്സ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്. ഈ ഫിലിമില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് സാധാരണ ഇപ്പോഴത്തെ കമേഴ്ഷ്യൽ പടങ്ങളിൽ കേൾക്കുന്ന പോലത്തെ മ്യൂസിക് ഇതിൽ വരാൻ പാടില്ല. അതായത് ഇതേ സിറ്റുവേഷൻസിൽ വേറെ പല മ്യൂസിക് ആൾക്കാർ പ്രതീക്ഷിക്കും. അതൊന്നും കൊടുക്കാതെ അതിൽ നിന്ന് വേർതിരിക്കുന്ന രീതിയിലൊരു മ്യൂസിക് ആയിരിക്കണം എന്ന് ഡയറക്ടർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പലയിടത്തും ഇങ്ങനെ പിടിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലല്ല ഇത് എല്ലാവരും ചെയ്യുന്നതാണ്, മാറി ചിന്തിക്കണം എന്ന് ചെയ്തതിന് വ്യത്യാസം ഇന്ന് ഇവിടെ വന്നപ്പോൾ പടം മൊത്തമായിട്ട് കണ്ടപ്പോൾ ആ ഒരു വ്യത്യാസം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് തോന്നുന്നു ഒരു 4 മാസത്തോളം ഇരുന്നു. പക്ഷെ കഴിഞ്ഞ 8 മാസമായിട്ട് ഷൂട്ട് ചെയ്ത ഉടനെ പല ആഴ്ച വരുമ്പോൾ അത് കണ്ട് മനസ്സിൽ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടായിരുന്നു. പൃഥ്വിരാജ് ഈ സിനിമയെ കുറച്ചുകൂടെ എല്ലാ കാര്യവും സ്റ്റഡി ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ അതിനെ എൻഹാൻസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ജോലി. അത് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉറപ്പായിട്ടും ഖുറേഷി അബ്രഹമാണ്. കാരണം സ്റ്റീഫൻ നെടുമ്പള്ളി നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് കുറച്ചുകൂടെ അറിയാം, എല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേറെ തലങ്ങൾ, വേറെ ടെറിട്ടറീസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ US കാണിക്കുന്നത്, UK കാണിക്കുന്നത്, അല്ലെങ്കിൽ സെനഗൽ കാണിക്കുന്ന പോർഷൻസൊക്കെ നമുക്ക് ഉറപ്പായിട്ട് പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയാണല്ലോ ഖുറേഷി അബ്രഹാം കൂടുതലും വരുന്നത്. അപ്പോൾ ആ സീനുകളിലേക്കുള്ള വർക്കാണ് നമുക്ക് കുറച്ചുകൂടെ താരതമ്യേന ബുദ്ധിമുട്ട്. പടം എന്ന് പറയുന്നത് നമുക്ക് പൃഥ്വിരാജ് തന്ന ഹൈപ്പ് പോലെ അത്രയ്ക്ക് വലിയ ഹൈപ്പ് കൊണ്ടില്ലെങ്കിലും പടം തുടക്കം മുതൽ അവസാനം വരെ നന്നായിട്ട് ത്രില്ലടിപ്പിച്ചു. പിന്നെ മോഹൻലാലിൻ്റെ ഓരോ എൻട്രിയിലും നമ്മൾ പിന്നെ എന്താ പറയുക റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു ഭയങ്കര. പിന്നെ ഈ പറയുന്ന പോലെ ഫുള്ളി ഭയങ്കര എൻ്റർടൈൻമെൻ്റാണ് പടം കണ്ടിരിക്കാനായിട്ട്. നമുക്കിങ്ങനെ ഓരോ സെക്കൻഡ്സിലും നമുക്ക് ഈ പറയുന്ന പോലെ അടുത്തുണ്ടാവും എന്നൊരു പ്രതീക്ഷ. പിന്നെ ഈ പറയുന്ന മോഹൻലാലിൻ്റെ സ്വാഗ് ഭയങ്കര രസമായിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട്.